ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ജനകീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് മാലിന്യ നിർമ്മാർജ്ജനം. ഇതിന് ശാശ്വത പരിഹാരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാലിന്യ നിർമ്മാർജ്ജന ദിനത്തിൽ ദേശീയ അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള ആലപ്പുഴ നഗരസഭ. മാലിന്യം നിക്ഷേപിക്കൂ, വളം സ്വന്തമാക്കൂ എന്ന പേരിലാണ് പുതിയ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാധാരണ നഗരങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് ആദ്യമായി ആലപ്പുഴ നഗരസഭ രംഗത്ത് വരുന്നത്. ഡോക്ടർ തോമസ് ഐസക് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി രാജ്യത്തിനാകെ മാതൃകയായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പുതിയ രൂപത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ നഗരസഭ രംഗത്ത് വന്നിരിക്കുന്നത്. നഗരത്തിലെ 37 സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബോക്സുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന പ്രക്രിയയിലേക്ക് മാറിയിരിക്കുകയാണ് ആലപ്പുഴ നഗരസഭ. രാവിലെ ജൈവമാലിന്യങ്ങളുമായി എത്തുന്നവർക്ക് തിരികെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ജൈവവളങ്ങളുമായി മടങ്ങിപ്പോകാം. ഇത്തരത്തിൽ ദിനംപ്രതി 10 ടൺ വളം നിർമ്മിക്കുമെന്ന് പ്രൊജക്ട് നോഡൽ ഓഫീസർ കൂടിയായ ജയകുമാർ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നഗരത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്ട് എന്ന പേരിൽ ആലപ്പി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ടെക്നീഷ്യൻ എന്ന പേരിൽ നമ്മളൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ നഗരത്തിലെ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ പരിപാലനം നടത്തുകയും അവർ നഗരത്തിലെ ഈ ജൈവവള നിർമ്മാണ യൂണിറ്റിൽ പ്രവർത്തിച്ച് ഇത് വളമാക്കി മാറ്റുകയും ചെയ്യുന്നു. നഗരത്തിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിച്ചാണ് മാലിന്യം ശേഖരിക്കുന്നത്. രാവിലെ 6 മുതൽ 1 വരെയും 3 മുതൽ രാത്രി 10 വരെയും പൊതുജനങ്ങൾക്കിവിടെ ഗാർഹിക ജൈവ മാലിന്യം എത്തിക്കാം. പ്രാഥമിക ഘട്ടത്തിൽ എയറോബിക് യൂണിറ്റുകൾ വഴി പൊതുജനങ്ങൾക്ക് കിലോഗ്രാമിന് 30 രൂപ നിരക്കിലും ഹോൾസെയിൽ വിപണന ആവശ്യങ്ങൾക്ക് 30% ഡിസ്കൗണ്ടിലും വളം ലഭ്യമാകും. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.